പപ്പനോടൊന്ന് വരാൻ പറയൂ. എന്നെ വിളിച്ചോ? പപ്പ, ഈ ചെക്ക് ബുക്കിൽ രേഖയുടെ ഒപ്പ് വാങ്ങിട്ട് വാ. മേനോൻ സാർ ഉള്ളപ്പോഴേ എസ്റ്റേറ്റും ഫാക്ടറിയും ഒക്കെ രേഖക്കുഞ്ഞിന്റെ പേരിലായിരുന്നാലും മേനോൻ സാറിന് ചെക്ക് ഒപ്പിടായിരുന്നു. ഇപ്പൊ കാര്യങ്ങൾ നടത്തുന്നത് വിനോദ് സാറല്ലേ. സാറിന്റെ പേരിൽ കൂടി ബാങ്ക് അക്കൗണ്ട് ഒന്ന് ട്രാൻസ്ഫോർമർ ചെയ്താലെന്താ? ട്രാൻസ്ഫോമർ അല്ലടോ, ട്രാൻസ്ഫർ. ഞാൻ അങ്ങനെയല്ലേ പറഞ്ഞത്? അല്ല. അല്ലേ? അല്ല. ഒന്ന് ആലോചിച്ച് നോക്കാൻ പറ്റുമോ? താൻ പോടോ. ഞാൻ പോയിക്കൊള്ളാം. സാറിന്റെ ആവശ്യത്തിന് 4 കാശ് ബാങ്കിൽ നിന്ന് എടുക്കണമെങ്കിൽ രേഖക്കുഞ്ഞിന്റെ കുറി ഒപ്പം വേണമെന്ന് വെച്ചാ പപ്പന് ഇത്തിരി വിഷമമുണ്ട്. എസ്റ്റേറ്റ് കാര്യങ്ങളിൽ രേഖ കൂടി ശ്രദ്ധിക്കണമെന്ന അമ്മയുടെ അഭിപ്രായം. ആ അഭിപ്രായം തന്നെ എനിക്കും. വയ്യ, എനിക്ക് അതിനൊന്നും വയ്യ. വെറുതെ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നതിനേക്കാൾ ഓഫീസിലൊക്കെ ഒന്ന് പോയാൽ രേഖയുടെ ഇവിടുത്തെ ബോർഡെങ്കിലും മാറി കിട്ടില്ലേ? അല്ല, ഇങ്ങനെ ഒരു പപ്പേട്ടനുണ്ടല്ലോ തെക്കും വടക്കും കിടന്ന് ഓടാൻ. രേഖക്കുഞ്ഞെ ഇതിലൊന്ന് ഒപ്പിട്ടെ. മതി മതി മതി, എല്ലാം കൂടെ അങ്ങ് ഒപ്പിട്ട് കൊടുത്ത വിനോദ് സാർ ഈ പണമൊക്കെ ആർക്കൊക്കെ എന്തിനാ കൊടുക്കുന്നതെന്ന് കുഞ്ഞ് അന്വേഷിച്ചിട്ടുണ്ടോ? മേനോൻ സാർ ഉണ്ടായിരുന്നപ്പോ ചോദിക്കാനും പറയാനും ഒരാളുണ്ടായിരുന്നു. ഇപ്പോഴോ? ദേ, ഞാനൊരു കാര്യം പറയാം. 2 കണ്ണ് വേണമെന്നില്ല, പക്ഷെ കുഞ്ഞിന്റെ ഒരു കണ്ണ് എല്ലാ കാര്യത്തിലും വേണം. പറ്റേ? ഒരു കാര്യം ഞാൻ മറന്നു. മേനോൻ സാർ മരിച്ചതിന്റെ കുറെ കൺഗ്രാജുലേഷൻസ് ടെലഗ്രാം ഓഫീസിൽ വന്ന് കിടപ്പുണ്ട്. എന്തേ? പുറത്താരോടും ചെന്ന് പറയണ്ട. എന്താ? കൺഗ്രാജുലേഷൻസ് അല്ലടോ, കണ്ടോളൻസ്. അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞത്? അല്ല. അല്ലേ? ഉം. രേഖക്കുഞ്ഞിന്റെ കല്യാണത്തിന് കുറെ ടെലഗ്രാം വന്നില്ലേ? ഞാൻ ആ ഓർമ്മ വെച്ച് പറഞ്ഞതാ. അയ്യോ, അങ്ങനത്തെ എന്താ പറയാ? അഭിനന്ദനം. അപ്പൊ ഇങ്ങനത്തതാ അനുശോചനം. ഈ സായിപ്പ്മാരുടെ ഓരോ കണ്ടുപിടുത്തങ്ങളെ എന്തുമാത്രം കാര്യങ്ങളാ അവർ കണ്ടുപിടിച്ചിരിക്കണേന്ന് പറയണേ. പപ്പേട്ടൻ പറഞ്ഞത് ശരിയാ. എന്റെ വിവാഹത്തിന് വന്നതെല്ലാം കണ്ടോളൻസ് മെസ്സേജ് തന്നെയായിരുന്നു. എനിക്കുള്ള അനുശോചനങ്ങൾ. സ്വയം പഴി പറഞ്ഞുകൊണ്ട് ആർക്കും ഒന്നും നേടാനില്ല. ഇനിയെങ്കിലും രേഖ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണമെന്ന് എനിക്ക് പറയാനുള്ളൂ. നാളെ മുതൽ രേഖ ഓഫീസിൽ പോകണം. ഇതൊന്നും രേഖയൊന്നും കഴിക്കാത്തത്? ഇതൊക്കെ ഒന്ന് എടുത്ത് കഴിക്കടോ. മതി അജി. ഇത്രയും നേരം വിനോദിനെ കാത്തു. കാണാതായപ്പോ ഞങ്ങളങ്ങ് ആരംഭിക്കാന്ന് വെച്ചു. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഞാനൊന്ന് പോർട്ട് വരെ പോയിരുന്നു. ഈ ആഴ്ച സിംഗപ്പൂരിന് ഒരു കൺസൈൻമെന്റ് ഉണ്ടേ. ഷിപ്പ് 2-ാം തീയതി പോർട്ട് വിടും. അജി എപ്പോ എത്തി? ഇന്ന് രാവിലെ. എന്റെ ടിക്കറ്റിന്റെ കാര്യം ശരിയാക്കണമായിരുന്നു. വാറന്റിന് വേണ്ടി ക്യാമ്പ് വരെ പോയിട്ട് വരിക. നാളെ ശരിയാവുള്ളൂ. പിന്നെ വിനോദ്, ഞാൻ രേഖയോട് ഒരു സജഷൻ പറഞ്ഞു. ഇവിടെ ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കുന്നതിനേക്കാ രേഖ കൂടി ഓഫീസിൽ വന്നിരുന്ന വിനോദിന് അതൊരു ഹെൽപ്പായിരിക്കും. രേഖയുടെ ഇവിടുത്തെ ലോൺ ലെസ് മാറി കിട്ടും. വാട്ട്സ് യുവർ ഒപ്പീനിയൻ? ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. എന്താ രേഖ? കൊള്ളാം, ഐശ്വര്യായിട്ടുണ്ട്. അച്ഛനെ മനസ്സിൽ ധ്യാനിച്ച് ആ കസേര ഇരുന്നോളൂ. അല്ല, ഒരു കണക്കിന് കുഞ്ഞിന് ഇങ്ങോട്ട് വരാൻ തോന്നിയത് നന്നായി. മേനോൻ സാറാണെ നല്ല അടുക്കും ചിട്ടയുള്ള ഒരാളായിരുന്നു. വിനോദ് സാർ ഒരു വകയാ. അതുകൊണ്ടാ ഞാൻ പറയണേ, കുഞ്ഞിന്റെ 2 കണ്ണ് വേണമെന്നില്ല, പക്ഷെ ഒരു കണ്ണ് എല്ലായിടത്തും വേണം. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. കുഞ്ഞെ, ദിസ് ഈസ് ആലീസ്. കാഴ്ചയിൽ സീനിയറായി തോന്നുമെങ്കിലും ആളൊരു മൈനർ ക്ലർക്കാ. കുഞ്ഞിന് എന്ത് സംശയം ഉണ്ടെങ്കിലും ആലീസിനോട് ചോദിച്ചാൽ മതി. മാത്തമാറ്റിക്സിൽ എന്ത് ഡിഫിക്കൽട്ടിയും ആലീസ് സഫർ ചെയ്യും. ആലിസിനെ കണ്ടിട്ട് സീനിയർ ആണെന്ന് തോന്നുന്നില്ലല്ലോ. പപ്പേട്ടന്റെ ഇംഗ്ലീഷ് മാഡത്തിന് അറിഞ്ഞൂടെ? പറഞ്ഞു വന്ന അർത്ഥം തന്നെ മാറിപ്പോ. എന്ന് പപ്പേട്ടൻ ചെല്ലേ. എന്താ ഇത്? ഓഡിറ്റേഴ്സിന് അയക്കാനുള്ള സ്റ്റേറ്റ്മെന്റാ. മാഡത്തിനെ കൊണ്ട് സൈൻ ചെയ്യിക്കാൻ വിനോദ് സാർ പറഞ്ഞു.
യെസ്, വിനോദ് മേനൻ സ്പീക്കിംഗ്. വാട്ട്? എപ്പോ? ഞാനിതാ എത്തിക്കഴിഞ്ഞു. എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാം. അവരോട് റിപ്പോർട്ട് എഴുതരുതെന്ന് പറയണം. ഐ ബി ദർ ഇൻ ജസ്റ്റ് 10 minutes. കള്ളൻ പോണ കണ്ടില്ലേ? വല്ലോന്റെയും കാശല്ലേ? ആ കോട്ടും സൂട്ടും എവിടേക്കും പോണേ? ആ, ആരെങ്കിലും കുളിപ്പിച്ച് കിടത്താനായിരിക്കും. ഒന്ന് പോണ ചെക്കാനേ. എന്തായി? ആകെ കുഴഞ്ഞു സാറേ. പുതിയ ഒരാളെ ചെക്കിങ്ങിന് വന്നത്. ആരും ഒറ്റ കൊടുത്തതാ. അവരെത്ര പേരുണ്ട്? 8 പേരുണ്ട് സാർ. എല്ലാം സീൽ ചെയ്തു. 5 പേർ ഗോഡൌണിലുണ്ട്. 3 പേർ തോമസ് സാറിന്റെ മുറിയില്ല. നീ കുളിക്കുകയായിരുന്നോ? ആ, അച്ചാമ്മ എവിടെ പോയി? അവരുടെ അമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് രാവിലെ പോയതാ. 2 ദിവസം കഴിഞ്ഞേ വരൂ. വിനോട്ട് ഇതുവരെ എവിടെയായിരുന്നു? എന്റെ ഒരു ഫ്രണ്ട് ബോംബെയിൽ നിന്ന് വന്നിരുന്നു. ഞാൻ അവനുമായിട്ട് കോയമ്പത്തൂർ വരെ പോയി. രേഖ ഭക്ഷണം കഴിച്ചില്ലേ? ഇല്ല, വിനോട്ട് വരട്ടെന്ന് വിചാരിച്ചു. ഞാൻ അവനോടൊപ്പം കഴിച്ചതാ. നീ കഴിച്ചോളൂ. ഗുഡ് മോർണിംഗ് മാഡം. മോർണിംഗ്. വിനോദ് സാർ വന്നിട്ടില്ല. ബാങ്കിൽ നിന്ന് മാനേജർ വിളിച്ചിരുന്നു. 50,000 രൂപയുടെ ക്യാഷ് ചെക്ക് വന്നിട്ടുണ്ട്. അക്കൗണ്ടിൽ ബാലൻസ് ഇല്ല. 2000 രൂപയിൽ കൂടുതൽ ക്യാഷ് ചെക്ക് കൊടുക്കാൻ പാടില്ലെന്ന് അറിഞ്ഞൂടെ? അത് വിനോദ് സാറാ കൊടുത്തത്. ബാങ്കിൽ പണമില്ലെന്ന് അറിഞ്ഞുകൊണ്ട് എന്തിനാ ചെക്ക് കൊടുത്തത്? വിജയ ട്രേഡിങ്ങിന് കൊടുത്ത ചെക്ക് ഇന്നലെ സെക്കൻഡ് ക്ലിയറിംഗിന് വന്ന് പാസ്സായി പോയി. അത് വിനോദ് സാർ അറിഞ്ഞിട്ടില്ല. സാധാരണ മദ്രാസ് ചെക്ക് 2 ആഴ്ച കഴിഞ്ഞേ വരാറുള്ളൂ. ആർക്കായി ചെക്ക് കൊടുത്തത്? അത് ക്യാഷ് ചെക്കാ. ആർക്കാ കൊടുത്തതെന്ന് ബാങ്കിൽ പണമില്ലാത്തത് കൊണ്ട് ചെക്ക് മടങ്ങിയെന്ന് നീ പറയരുത്. നിനക്ക് വേണമെങ്കിൽ മാനേജറോട് വിളിച്ച് പറഞ്ഞത് പാസ്സാക്കാമായിരുന്നു. പാസ്സാക്കാമായിരുന്നു. പക്ഷെ എന്തിനു വേണ്ടി കൊടുത്തുവെന്ന് അറിഞ്ഞപ്പോ അത് ആവശ്യമാണെന്ന് തോന്നിയില്ല. ബിസിനസ് അറിയാത്തതുകൊണ്ട് നിനക്കത് തോന്നില്ല. ലക്ഷക്കണക്കിന് രൂപയുടെ ബിസിനസ് ചെയ്യുമ്പോൾ പലർക്കും കൈക്കൂലി കൊടുക്കേണ്ടി വരും. എന്റെ അച്ഛൻ ഇത്രയും നാൾ ബിസിനസ് ചെയ്ത് കൈക്കൂലി കൊടുത്തിട്ടല്ല. അദ്ദേഹം എക്സ്പോർട്ട് ചെയ്തത് തേയിലയാ. തേയിലക്കുള്ളിൽ കഞ്ചാവായിരുന്നില്ല. പണം ഉണ്ടാക്കാനുള്ള വഴി നിന്റെ അച്ഛനേക്കാൾ നന്നായിട്ട് എനിക്കറിയാം. എങ്ങനെ ബിസിനസ് ചെയ്യണമെന്ന് ആരും എന്നെ ഉപദേശിക്കണമെന്നില്ല. നിന്റെ തന്ത ഉണ്ടായിരുന്നപ്പോ അയാൾ പറയുന്നതൊക്കെ കേൾക്കണമായിരുന്നു. ഇപ്പൊ നീ പറയുന്നത് കേൾക്കണമെന്ന് വന്നാൽ അത് നടക്കില്ല. ഞാൻ പറയുന്ന പോലെ ഒന്നും കേൾക്കണമെന്നില്ല. പക്ഷെ എന്റെ അച്ഛനുണ്ടാക്കിയ റെപ്യൂട്ടേഷൻ നിങ്ങളായിട്ട് നശിപ്പിക്കരുത്. ഓ, നേരായ മാർഗത്തിലൂടെയാണല്ലോ നിന്റെ തന്ത ഇതൊക്കെ സംഭവിച്ചത്. അല്പം കൂടി മാന്യമായി സംസാരിക്കണം. എന്റെ അച്ഛന് കള്ളക്കടത്തും കരിഞ്ചന്തയും നടത്തിയ പാരമ്പര്യമൊന്നുമില്ല. മതി, ഇനി അധികം സംസാരിക്കണ്ട. ഇവിടെ നിന്ന് ഇനി തേയില ക്ലിയറിങ്ങിന് പോകണമെങ്കിൽ ഞാൻ അറിഞ്ഞിട്ടേ നടക്കൂ. കോളടിച്ചല്ലോ. ഇനി കൃഷ്ണഗിരി എസ്റ്റേറ്റിന്റെ സർവാധിപതിയല്ലേ? കിരീടമില്ലാത്ത രാജകുമാരൻ. ഫാദർലാം മരിച്ചിട്ട് സിംഹാസനം പിടിച്ചടക്കണമെന്ന് ആഗ്രഹിച്ച് നടക്കുകയായിരുന്നല്ലോ. അതോർത്ത് പറഞ്ഞതാ. നോ, ഇടയ്ക്ക് ദേഷ്യം വരുമ്പോ വെറുതെ അങ്ങനെ തമാശ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇറ്റ് വാസ് എ ട്രാജഡി. പിന്നെ രാജ്യഭാരം കയ്യിലാകുമ്പോ ഈ ദേവദാസിയെ മറക്കരുത് കേട്ടോ. തൃശ്ശൂരിലെ പ്രോഗ്രാമിന് വരുമെന്ന് പറഞ്ഞ ആളാ. പാലക്കാട്ടെങ്കിലും പ്രതീക്ഷിച്ചു. ഡാൻസ് ചെയ്യാൻ സ്റ്റേജിൽ കയറുമ്പോഴും ഞാൻ വിനോദിനെ തിരയുകയായിരുന്നു. ഡെയ്സി, എന്തിനാ ഇത്ര ആവേശം?
ഞാൻ ഇവിടെ വന്ന് 2 ദിവസമായി. ഒന്ന് തിരിഞ്ഞു നോക്കിയില്ലല്ലോ. ഡെയ്സി, ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവിടുത്തെ കാര്യങ്ങൾ. ദേ ഇപ്പൊ തന്നെ നിനക്ക് വേണ്ടി മാത്രം ഞാൻ വന്നിരിക്കുക. ആഹാ, ഇവിടെ ഇരിക്കുകയായിരുന്നോ? എന്തു പറ്റി? ഇന്നലെ രാത്രി ബാത്റൂമിലൊന്ന് സ്ലിപ്പ് ചെയ്ത് വീണതാ. അധികം പറഞ്ഞോ? ഇല്ല, ചെറുതായിട്ട്. ചെറിയ കാര്യങ്ങൾക്ക് പോലും കള്ളം പറയുന്ന രേഖയുടെ കുട്ടിക്കാലത്തെ സ്വഭാവം ഇതുവരെ മാറിയില്ലല്ലേ? അജി, എന്നോടൊന്നും ചോദിക്കരുത്. കഴിഞ്ഞതെല്ലാം മറക്കണം. മറക്കണം? എത്ര എളുപ്പത്തിൽ രേഖയ്ക്ക് ഇത് പറയാൻ കഴിയുന്നു? എല്ലാം മറക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചതാ. വീണ്ടും ഒരിക്കലും മോൻ കാണരുതെന്നും ആഗ്രഹിച്ചതാ. പക്ഷേ എന്താ ഇത്? ഞാൻ രേഖയെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല. എന്നെങ്കിലും ഒരിക്കൽ അജിയോട് എല്ലാം തുറന്നു പറയേണ്ടി വരുമെന്ന് എനിക്കറിയായിരുന്നു. എവിടെ നിന്നോ വന്നൊരു ചെറുപ്പക്കാരൻ. മേനോൻ സാറുണ്ടോ? ഇല്ലല്ലോ, ഓഫീസിൽ പോയിരിക്കുക. ഓ, കൃഷ്ണഗിരി എസ്റ്റേറ്റിന് വില പറഞ്ഞുകൊണ്ടാ അച്ഛൻ അയാൾ കാണാൻ ചെന്നത്. ഇല്ലാത്ത ബാങ്ക് ബാലൻസിന്റെയും ബിസിനസിന്റെയും കഥകൾ പറഞ്ഞ് അച്ഛൻ അയാൾ സ്വാധീനിച്ചു. യുദ്ധായി. താങ്ക് യു. അയാളുടെ സ്മാർട്ട്നെസ്, പേഴ്സണാലിറ്റി, എന്തോ അച്ഛൻ അയാളെ ഇഷ്ടപ്പെട്ടു. എന്താ മിസ്റ്റർ വിനോദ്, നിങ്ങൾ തേയിലയുടെ മാർക്കറ്റൊക്കെ ശ്രദ്ധിക്കാറുണ്ടെന്ന് തോന്നുന്നു. തേയില മാത്രമല്ല, എക്സ്പോർട്ട് ഐറ്റംസ് എല്ലാം തന്നെ ഞാൻ വളരെ ക്ലോസ് ആയിട്ട് സ്റ്റഡി ചെയ്യാറുണ്ട്. സാറിനോടൊരു കാര്യം പറയാം. ഉള്ള തേയില വില കൂടുമെന്ന് കരുതി വെച്ചുകൊണ്ടിരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്യുന്ന ആ ബുദ്ധി. വില ഒരാഴ്ച കൊണ്ട് 25 വന്ന് മുട്ടാം. ഇന്റർനാഷണൽ മാർക്കറ്റിൽ തേയില ഇപ്പൊ വളരെ ഡള്ളാ. മലേഷ്യ ആണെങ്കിൽ ഈ സാധനം ഡംപ് ചെയ്യുക. ഇന്ത്യൻ തേയിലയുടെ പ്രിയവും കുറഞ്ഞു. ഇതിന്റെ റിയാക്ഷനാ ഇന്റേണൽ മാർക്കറ്റിലെ ഈ വിലയിടിവ്. ഇനിയും താഴും. സാർ വെറുതെ സ്റ്റോക്ക് ചെയ്യുന്നതിൽ ഒരു കാര്യമില്ല. സാറിന് വിരോധം തോന്നില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടി പറയാം. ആക്ച്വലി ഈ എസ്റ്റേറ്റ് റീപ്ലാന്റ് ചെയ്യേണ്ട കാലം എന്നേ കഴിഞ്ഞിരിക്കുന്നു. തൊഴിലാളികൾക്ക് കൂലി കൊടുക്കാനുള്ള വരുമാനം പോലും ഇതിൽ നിന്ന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് മാത്രമല്ല, എന്തുമാത്രം ലാൻഡാ വെറുതെ ഇട്ടിരിക്കുന്നത്. സ്ഥലം ഇങ്ങനെ വേസ്റ്റ് ചെയ്യുന്നത് വലിയ കഷ്ടമാ. എന്നെ ധിക്കരിച്ചിട്ടാ അവനിവിടെ ഒന്ന് ഇറങ്ങിപ്പോയത്. എന്റെ മകൾ നല്ല നിലയിൽ ജീവിക്കുന്നത് കാണാനാ എനിക്ക് ആഗ്രഹം. അല്ല, വടക്കേ ഇന്ത്യയിലെ ഏതെങ്കിലും മിലിറ്ററി ക്യാമ്പിലേക്ക് അവളെ പറഞ്ഞയക്കാൻ ഞാൻ തയ്യാറല്ല. അച്ഛാ, ഞാനൊരു തീരുമാനം എടുത്താൽ അതിന് മാറ്റം ഉണ്ടാവില്ലെന്ന് നിനക്കറിയാമല്ലോ. അച്ഛാ, എനിക്ക് അജി. ഓഹോ, അവനില്ലാതെ നിനക്ക് ജീവിക്കാനാവില്ലെന്ന്. വിവാഹത്തിന് മുമ്പ് എല്ലാ പെൺകുട്ടികൾക്കും ഇങ്ങനെയൊക്കെ തോന്നും. വിവാഹവും കഴിഞ്ഞ്
പുതിയൊരു ജീവിതം തുടങ്ങുമ്പോ എല്ലാം മാറും. വിനോദിന് എന്താ ഒരു കുറവ്? മിടുക്കനായ ഒരു ചെറുപ്പക്കാരൻ. നമ്മുടെ ഫാക്ടറിയും സ്വത്തുക്കളും എല്ലാം നോക്കി നടത്താൻ കഴിവുള്ള ഒരാളെയാ നമുക്ക് വേണ്ടത്. അടുത്ത 10-ാം തീയതി നല്ലൊരു മുഹൂർത്തമുണ്ട്. ആ മുഹൂർത്തത്തിൽ നീയും വിനോദും തമ്മിലുള്ള വിവാഹം നടക്കും. ഒടുവിൽ മംഗളമായൊരു വിവാഹം നടന്നു അല്ലേ? മംഗളമായ ഒരു വിവാഹം എല്ലാം കാണിച്ച് എന്റെ ഏക്ക് ലെറ്റർ അയച്ചിരുന്നല്ലോ, അത് കിട്ടിയില്ലേ? കിട്ടി. വിവാഹത്തിന് ശേഷം 1 മാസം കഴിഞ്ഞപ്പോൾ അച്ഛന്റെ ഷെൽഫിൽ നിന്ന് മൂന്ന് മാസത്തിനകം ട്രെയിനിങ് തീരും. അതുവരെ എന്തെങ്കിലും പറഞ്ഞ് രേഖ പിടിച്ചു നിൽക്കണം. നാട്ടിലെത്തുമ്പോൾ ഏതെങ്കിലും രജിസ്റ്റർ ഓഫീസിൽ വെച്ച് നമ്മുടെ വിവാഹം. 2 വരികളിൽ അജി എഴുതിയ കത്ത്. രേഖയുടെ വിവാഹം കഴിഞ്ഞു എന്നുള്ള അമ്മയുടെ കത്ത് കിട്ടിയപ്പോ സത്യത്തിൽ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അജിക്കറിയോ മകൾക്ക് വേണ്ടി അച്ഛൻ കണ്ടെത്തിയ മരുമകനെ പറ്റി? കെട്ടിച്ചമച്ചുണ്ടാക്കിയ ബാങ്ക് അക്കൗണ്ടുകൾ, എസ്റ്റേറ്റുകൾ, അങ്ങനെ പലതും. ഒടുവിലെല്ലാം അച്ഛൻ അറിഞ്ഞു. വിവാഹം കഴിഞ്ഞ 3 മാസങ്ങൾക്കുള്ളിൽ തന്നെ. പറ്റിപ്പോയ തെറ്റിനെ ഓർത്ത് ദുഃഖിക്കാനേ അച്ഛന് കഴിഞ്ഞുള്ളൂ. പക്ഷെ ഒടുവിൽ